വെൽക്കം ടു എജുബി. ഞാൻ ആശ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈപ്സ് ആൻഡ് സിസ്റ്റേൺസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെന്ന് പറയുന്ന പൈപ്പ് ആൻഡ് സിസ്റ്റേൺസ് എന്ന് പറയുന്നത് ടൈം ഓഫ് വർക്ക് ആൻഡ് പൈപ്പ് ആൻഡ് സിസ്റ്റേൺസ് എന്നാണ്. അതായത് ടൈം ഓഫ് വർക്കിൻ്റെ ഒരു വാല് പോലെ വരുന്നൊരു ചാപ്റ്ററാണ് പൈപ്പ് ആൻഡ് സിസ്റ്റേൺസ് എന്ന് പറയുന്നത്. അതിൻ്റെ കാര്യം തന്നെ നമ്മൾ പൈപ്പ് ആൻഡ് സിസ്റ്റേൺസിൽ പഠിക്കുന്നത് കാര്യങ്ങളും ക്വസ്റ്റ്യൻസും എല്ലാം എവിടെ പഠിച്ചത് തന്നെ ആയിരിക്കും. ടൈം ഓഫ് വർക്കിൽ പഠിച്ച അതേ കൺസെപ്റ്റ് തന്നെ ആയിരിക്കും നമ്മൾ ഇവിടെയും പഠിക്കാൻ പോകുന്നത്. പിന്നെ എന്ത് ചെയ്യുന്നു, അവിടെ ജോലിയാണെങ്കിൽ ഇവിടെ ഒരു ടാങ്കിൽ നിറയ്ക്കുന്ന വെള്ളം, അവിടെ ആൾക്കാരായിരുന്നെങ്കിൽ ഇവിടെ എന്താണ്, പൈപ്പാണ് ജോലി ചെയ്യുന്നത്. ഇതാണ് ഈ രണ്ട് ചാപ്റ്ററും തമ്മിലുള്ള ആകെയുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽസും ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയും എല്ലാം എൻ്റെയർ കൺസെപ്റ്റ് നമ്മുടെ ടൈം ഓഫ് വർക്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ, ദെൻ എനിക്കിതിലൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നതിന് ശേഷം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല ഇതിപ്പോൾ എങ്ങനെയാണ് അതും ഇതുമൊക്കെ കണക്റ്റ് ആയിട്ട് വരുന്നത് എന്നത് മനസ്സിലാവാത്തത് കൊണ്ട് നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അത്രയും ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ടൈം ഓഫ് വർക്ക് അറിയുന്ന കുട്ടികൾക്ക്. ഓക്കെ, ദെൻ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്ക് ഇനിഷ്യലി വരുന്നത് ഒരു ടാങ്കിനകത്തേക്ക് രണ്ട് രീതിക്കുള്ള പൈപ്സിനെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഒന്നെന്ന് പറയുന്നത് ടാങ്കിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന പൈപ്പ്, അതിനെ നമുക്ക് എന്ത് പൈപ്പ് എന്ന് വിളിക്കാം, ഇൻലെറ്റ് പൈപ്പ് എന്ന് വിളിക്കാം. ഓക്കെ, ദെൻ അടുത്തൊരു പൈപ്പ്, അതിനെ നമുക്ക് ടാങ്കിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പ്, അതിനെ നമ്മൾ കോമൺ ആയിട്ട് ഔട്ട്ലെറ്റ് പൈപ്പ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ദെൻ ഔട്ട്ലെറ്റ് പൈപ്പ്, വേസ്റ്റ് പൈപ്പ്, ലീക്കേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്ത് എന്നാണ്, പുറത്തേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പ് എന്ന് പറയുന്ന ഒരു മീനിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇനി എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. An inlet pipe take, ഒരു inlet pipe ഉണ്ട്. An inlet pipe take 30 hours to completely fill a empty tank. ഒരു empty ടാങ്കിനെ കംപ്ലീറ്റ് ആയിട്ട് ഫിൽ ചെയ്യാനായിട്ട് ഒരു ഇൻലെറ്റ് പൈപ്പിന് 30 മണിക്കൂറാണ് എടുക്കുന്നത്. ആൻഡ് ആൻ ഔട്ട്ലെറ്റ് പൈപ്പ് requires 60 hours to completely empty a completely filled tank. ഓക്കെ, അപ്പോൾ മുഴുവനായി നിറഞ്ഞിരിക്കുന്ന ഒരു ടാങ്കിനെ മുഴുവനായിട്ട് എംറ്റി ആക്കാനായിട്ട് അല്ലെങ്കിൽ എംറ്റി ആക്കാനായിട്ട് എത്ര മണിക്കൂറാണ് ഔട്ട്ലെറ്റ് പൈപ്പിന് വേണ്ടത്? 60 മണിക്കൂറാണ് വേണ്ടത്. Then find the time required by when both inlet and outlet are open simultaneously to completely fill the empty tank. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു എംറ്റി ആയിട്ടിരിക്കുന്ന ടാങ്കിലേക്ക് അറ്റ് എ ടൈം ഇൻലെറ്റും ഔട്ട്ലെറ്റും ഒരുമിച്ച് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എത്ര സമയം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ടാങ്ക് നിറയുന്നത് അല്ലെങ്കിൽ എംറ്റി ആകുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ നമുക്ക് അതിലേക്ക് പോവാം, എങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻലെറ്റിന് 30 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ടാങ്കിനെ നിറയ്ക്കാൻ പറ്റും. ഔട്ട്ലെറ്റിനാണെങ്കിലോ 60 മണിക്കൂർ കൊണ്ട് ടാങ്കിനെ എന്താക്കാൻ പറ്റും, എംറ്റി ആക്കാൻ പറ്റും. രണ്ടുപേരോടി ഒരുമിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് ടാങ്ക് ഫില്ലാവും അല്ലെങ്കിൽ എംറ്റി ആവും? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, എനിക്കൊരു മാറ്റവും പറയാനില്ല. തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM ആണ് നിങ്ങളുടെ ടോട്ടൽ വർക്ക് അവിടെ, ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് ഇവിടെ. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇനി നിങ്ങളിത് വർക്കാണെന്ന് എടുത്തെന്ന് എഴുതി ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് എങ്ങനെ തെറ്റാൻ പോകുന്നില്ല. പിന്നെ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് ആണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, ദെൻ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് എന്ന് പറയുമ്പോൾ LCM ഓഫ് 60 and 30 നമുക്ക് എന്ത് തന്നെ എഴുതാം, ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് 60, 60 ലിറ്റർ, 60 ലിറ്ററിന്റെ വെള്ളം കൊള്ളുന്ന ടാങ്ക്. ഓക്കെ, അല്ലെങ്കിൽ 60 യൂണിറ്റ്. ഓക്കെ, ഇപ്പൊ 60 യൂണിറ്റ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, 60 യൂണിറ്റ് നിറയ്ക്കാനായിട്ട് എത്ര സമയമാണ് ഇൻലെറ്റിന് വേണ്ടത്? 30 മണിക്കൂർ. ഓക്കെ, അപ്പൊ എഫിഷ്യൻസി ഓഫ് ഇൻലെറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. അതായത് 60/30 2 യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഇൻലെറ്റിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആ ടാങ്കിലേക്ക് ഇൻലെറ്റ് പൈപ്പിന് 1 മണിക്കൂറിൽ 2 യൂണിറ്റ് വെള്ളമാണ് നിറയ്ക്കാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ ഔട്ട്ലെറ്റ് 60/60 നമുക്ക് എത്ര വരുന്നത്, 1 യൂണിറ്റ് ആണ് വരുന്നത്. ഓക്കെ, ദെൻ ഔട്ട്ലെറ്റ് 1 മണിക്കൂർ കൊണ്ട് 1 യൂണിറ്റ് വെള്ളം പുറത്തേക്ക് കളയുന്നു കേട്ടോ. ഓക്കെ, ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഒരു ടാങ്ക് ഇരിക്കുവാണ് കേട്ടോ. അപ്പം ഞാനാണ് ഇൻലെറ്റ് പൈപ്പ്, ഞാൻ 2 കപ്പ് വെള്ളം കോരി ഒഴിക്കുവാണ്. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഔട്ട്ലെറ്റ് പൈപ്പാണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു, 1 കപ്പ് വെള്ളം കോരി കളയുവാണ്.
ദെൻ നെറ്റ് എഫക്റ്റ് എന്തായിരിക്കും? ഞാൻ 2 യൂണിറ്റ് ഞാൻ ഒഴിച്ചപ്പോൾ നിങ്ങൾ 1 കപ്പ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് എഫക്റ്റ് എന്തായിരിക്കും? 1 കപ്പ് വെള്ളം അല്ലേ ടാങ്കിനകത്ത് ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ 2 യൂണിറ്റ് ഇവിടെ ആഡ് ചെയ്തു, 1 യൂണിറ്റ് ഇവിടെ നിന്ന് എടുത്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ഓൾവേസ് ഇത് നെഗറ്റീവ് എഫിഷ്യൻസി ആയിട്ട് മാത്രമേ എടുക്കാവൂ. അപ്പോൾ ഔട്ട്ലെറ്റ് എന്തുകൊണ്ടാണ് നെഗറ്റീവ് എഫിഷ്യൻസി നമ്മൾ എടുക്കുന്നതിൻ്റെ കാര്യം? 2 കപ്പ് യൂണിറ്റ് അല്ലെങ്കിൽ 2 യൂണിറ്റ് ഒഴിച്ചപ്പോൾ 1 കപ്പ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് എഫക്റ്റിൽ 1 അല്ലയോ വരുള്ളൂ. അതായത് 2 - 1 ഇവിടുത്തെ നെറ്റ് എഫിഷ്യൻസി എന്തായിരിക്കും? 1 ആയിരിക്കും. എപ്പോഴാണ് നെറ്റ് എഫിഷ്യൻസി 1 ആവുന്നത്? ഇൻലെറ്റും ഔട്ട്ലെറ്റും കൂടി ഒരുമിച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ. ദാറ്റ് ഈസ് ആ ഇൻലെറ്റും ഔട്ട്ലെറ്റും കൂടി ഒരുമിച്ചുണ്ടെങ്കിൽ 60 hours ആണ് എന്തിനാവശ്യമായിട്ട് വരുന്നത്? ഇവർക്ക് 2 പേർ കൂടി ഒരുമിച്ച് ടാങ്കിനെ ഫില്ല് ചെയ്യിക്കാനായിട്ടാ. ഈ +1 വന്നതിൻ്റെ മീനിങ് എന്താ? എഫിഷ്യൻസി കൂടുതൽ ഇൻലെറ്റിനാണ്, അപ്പം വെള്ളം നിറയത്തേ ഉള്ളൂ. അതുകൊണ്ട് 60 മണിക്കൂർ കൊണ്ട് വെള്ളം നിറയുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ക്ലിയർ ആണോ പറഞ്ഞത്? നല്ലതുപോലെ മനസ്സിലായോ? ഇത്രയുമാണ് നമ്മുടെ, ഇത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പൈപ്പ് ആൻഡ് സിസ്റ്റേൺസിൻ്റെ എൻറ്റയർ കൺസെപ്റ്റ് ഇവിടെ കഴിയുവാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്താൽ മതി. അപ്പം നമ്മൾ എന്താ പഠിച്ചത്? ഇൻലെറ്റ് പൈപ്പ് ഉണ്ട്, ഔട്ട്ലെറ്റ് പൈപ്പ് ഉണ്ട്. ഇൻലെറ്റ് പൈപ്പിന് പോസിറ്റീവ് എഫിഷ്യൻസി, ഔട്ട്ലെറ്റ് പൈപ്പിന് ഓൾവേസ് നമ്മൾ എന്ത് എഫിഷ്യൻസി മാത്രമേ എടുക്കുള്ളൂ? നെഗറ്റീവ് എഫിഷ്യൻസി മാത്രമേ എടുക്കുള്ളൂ. കമ്പൈൻഡ് എഫിഷ്യൻസി ആകുമ്പോൾ പോസിറ്റീവ് നിന്ന് നെഗറ്റീവ് മൈനസ് ചെയ്യുന്നു. പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് വരുന്നത് എങ്കിൽ എപ്പോഴും ടാങ്ക് ഫില്ലാവത്തേ ഉള്ളൂ. നെഗറ്റീവ് എഫിഷ്യൻസി ആണ് വരുന്നതെങ്കിൽ എപ്പോഴും ടാങ്ക് എന്താവത്തേ ഉള്ളൂ? എം ടി ആവത്തേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ -3 ആയിരുന്നെങ്കിൽ ഇവിടെ -1 എന്ന് വന്നിട്ട് ഇത് എം ടി ആവാൻ എടുക്കുന്ന സമയമേ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ദെൻ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കൺസെപ്റ്റ്. നമ്മൾ അവിടെ പഠിച്ച എന്താണോ അത് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ആകെ വന്ന ഒരു മാറ്റം, ഒരു നെഗറ്റീവ് എഫിഷ്യൻസി ഉള്ള ആൾ വന്നിരിക്കുന്നു. അവൻ എപ്പോഴും എന്ത് പേരിൽ അറിയപ്പെടും? ഔട്ട്ലെറ്റ് പൈപ്പ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടും. അല്ലെങ്കിൽ ലീക്കേജ് വേസ്റ്റ് പൈപ്പ്, പുറത്തേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള വേർഡ്സ് ആയിരിക്കും ക്വസ്റ്റ്യനിൽ വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. A tap can fill a cistern in 8 hours and another tap can empty it in 16 hours. If both the taps are open simultaneously, then find the time taken in hours to fill the cistern will be. Okay, then 2 ടാപ്പ് ഉണ്ട്. ആ ടാപ്പ് എങ്ങനെയാണ് വെള്ളം എത്ര സമയം കൊണ്ടാണ് വെള്ളം നിറയ്ക്കുന്നതെന്ന് നോക്കാം. A tap can fill a cistern in. അപ്പോൾ ടാപ്പ് 1 അതൊരു ഇൻലെറ്റ് ആണ്. അപ്പം ടാപ്പ് ഇൻലെറ്റ് എന്ന് ഞാൻ കൊടുക്കുന്നു. 8 hours കൊണ്ട് ടാങ്ക് ഫില്ല് ചെയ്യുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടാപ്പ് ഔട്ട്ലെറ്റ് ആണ്. അത് എത്ര സമയം കൊണ്ട് എം ടി ചെയ്യിക്കുന്നു? 16 hours കൊണ്ട് എം ടി ചെയ്യിക്കുന്നു. ഇഫ് ബോത്ത് ദ ടാപ്സ് ആർ ഓപ്പൺ സൈമൾട്ടേനിയസ്ലി, 2 പേരെയും ഇൻലെറ്റിനെയും ടാപ്പ് ഔട്ട്ലെറ്റിനെയും ഒരുമിച്ച് ഓപ്പൺ ചെയ്തു. അങ്ങനാണെങ്കിൽ എത്ര സമയം കൊണ്ട് ടാങ്ക് ഫില്ലാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവൺ അവേഴ്സ് അല്ലെങ്കിൽ ടൈംസിന്റെ എന്താണ്? LCM ആണ്. 8ന്റെ 16ന്റെ LCM എന്താ വരുന്നത്? 16 ആണ് കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക്. ദെൻ ഇൻലെറ്റിന്റെ എഫിഷ്യൻസി 16/8 2 ആണ്. ഔട്ട്ലെറ്റിന്റെ എഫിഷ്യൻസി 16/16 -1 ആണ്. ഔട്ട്ലെറ്റിന് ഓൾവേസ് നെഗറ്റീവ് എഫിഷ്യൻസി മാത്രം കൊടുക്കുക. 2 - 1 നമുക്ക് ഇവിടുത്തെ എഫിഷ്യൻസി എന്താ വരുന്നത്? ഇൻലെറ്റ് പ്ലസ് ഔട്ട്ലെറ്റിന്റെ കമ്പൈൻഡ് എഫിഷ്യൻസി 1 ആണ്. ദെൻ 16 കപ്പാസിറ്റി ഉള്ള ടാങ്കിനെ 1 എഫിഷ്യൻസിയിൽ നിറയ്ക്കണമെങ്കിൽ എത്ര സമയം വേണം? 16 hours വേണം. ഓക്കെ, ദെൻ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ സി 16 hours എന്നാണ് വരുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു കൺസെപ്റ്റിലേക്ക് പോകാനായിട്ട് പറ്റുന്നു. ഓക്കെ, നമ്മളൊന്നും പുതുതായിട്ട് ചെയ്യുന്നില്ല, ഒന്നും പഠിച്ചില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണോ പഠിച്ചത് അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. 2 pipes A and B can fill a tank in 18 and 6 hours respectively. If both pipes are open simultaneously, how much time will be taken to fill the tank? Okay, ഇപ്പോൾ 2 ടാപ്പാണുള്ളത്, എയും ബിയും. ഓക്കെ, അപ്പോൾ എയും ബിയും എന്ത് ചെയ്യുവാണ് ചെയ്യുന്നത്? ഫില്ല് ചെയ്യുവാണ് ചെയ്യുന്നത്. സമയം തന്നിട്ടുണ്ട് 18ഉം 6ഉം. ദെൻ ഇഫ് ബോത്ത് ദ പൈപ്സ് ആർ ഓപ്പൺ, ഓക്കെ, രണ്ടും ഒരുമിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടാങ്ക് നിറയാൻ എത്ര സമയം വേണം? ഓക്കെ, രണ്ടും ഫില്ല്
ചെയ്യുന്നു എന്നാ പറഞ്ഞേക്കുന്നത്. ദെൻ നമുക്ക് രണ്ടിനെയും പോസിറ്റീവ് എഫിഷ്യൻസി ആണ് വരുന്നതെന്ന് എടുക്കാം. ഓക്കെ, കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ LCM ഓഫ് ദ ഗിവൺ നമ്പർ ഓഫ് ഡേയ്സ്, LCM 18 വരും. ദെൻ ഇവിടെ 1 ടൈംസ് എഫിഷ്യൻസി 18 ഡിവൈഡ് ബൈ 6 3 ടൈംസ്. നെഗറ്റീവ് വരോ? ഇല്ല. കാര്യം എന്താ, രണ്ട് പൈപ്പും ഫില്ല് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എഫിഷ്യൻസി ഓഫ് A plus B 4 ആണ്. ദെൻ 18 by 4 which is equal to 9 by 2 which is once again equal to 4.5 hours required by A and B together to fill the empty tank. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഓക്കെ, ഭയങ്കര ഈസിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് വീണ്ടും ചെയ്യുന്ന പോലെയൊക്കെ തോന്നും അല്ലേ? പക്ഷെ നമ്മുടെ ചാപ്റ്റർ മാറിയത് കണ്ടോ? ചാപ്റ്റർ മാറി, പേര് മാറി, ആൾക്കാർ മാറി, പക്ഷെ നമ്മുടെ കൺസെപ്റ്റ് ഒന്നും മാറിയിട്ടില്ല. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. Pipe A can fill a tank in 5 hours. Pipe B can fill in 10 hours and pipe C can fill in 30 hours. If all the pipes are open, in how many hours will the tank be filled? Again, നമ്മളിപ്പോൾ എല്ലാം എന്താ ഇൻലെറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് പേര് എഴുതി നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ അവിടെ പഠിച്ച അതേ കൺസെപ്റ്റുകൾ തന്നെയാണ് വരുന്നത്. 5 hours, B is equal to 10 hours, C is equal to 30 hours. Then we have to find out the time required by A plus B plus C together. Okay, then given number of days in the LCM ആണ് total capacity of the tank. Then ഇവിടെ LCM നമുക്ക് എന്താ വരുന്നത്? 30, 10, 5. 30 ആണ് LCM. 30 by 5 6. 30 by 10 3. 30 by 30 1. Okay, then total efficiency എന്താ വരുന്നത്? 10 ആണെന്ന് വരുന്നു. ഓക്കെ, ദെൻ നമ്മുടെ ടൈം എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി ഓഫ് 3 പൈപ്സ്. ദെൻ 3 hours റിക്വയർഡ് ബൈ ദ A and B and C together to fill the empty tank എന്ന് പറയും. ഓക്കെ, ദെൻ നമ്മൾ അവിടെ ചെയ്തത് ഈ കൺസെപ്റ്റ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് സ്ട്രോങ് ആയിട്ടൊന്ന് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. One pipe can fill a tank in 3 times as fast as the another pipe. If together the 2 pipes can fill the tank in 36 minutes, the slower pipe alone will be able to fill the tank in. Okay, അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു പൈപ്പ് one pipe can fill a tank in 3 times as fast as the another pipe. Okay, അപ്പം pipe 1 pipe 2 എന്ന് കൊടുക്കാം അല്ലേ? അപ്പോൾ pipe 1 pipe 2. One pipe can fill the tank 3 times as fast as the another pipe. ഒരാൾക്ക് മറ്റാളുടെ 3 ഇരട്ടി വേഗതയിൽ നിറയ്ക്കാൻ പറ്റുന്നു. ഓക്കെ, ദെൻ എഫിഷ്യൻസി ആണ് തന്നേക്കുന്നത്. ഇവൻ 1 ആണെങ്കിൽ ഇവൻ എത്ര വേഗതയിൽ? 3 ഇരട്ടി വേഗതയിൽ. 3 times as fast as. ഓക്കെ, ദെൻ 1:3 ആണ് എഫിഷ്യൻസി റേഷ്യോ. ഓക്കെ, ദെൻ if together the 2 pipes are filled the tank in 36 minutes. ഓക്കെ, ദെൻ P1 plus P2 എത്ര സമയമാണ്? 36 minutes. ഓക്കെ, ദെൻ P1 plus P2 ന്റെ എഫിഷ്യൻസി എത്രയാണ്? 4. എന്തുകൊണ്ടാണ് 4 എഴുതാൻ പറ്റിയത്? ആഡ് ചെയ്യാൻ പറ്റിയത് എന്താണ്? ആഡ് ചെയ്യുന്നത് 3 + 1 ആഡ് ചെയ്ത് എഴുതിയതിന്റെ കാര്യം രണ്ടുപേരും ഫില്ല് ചെയ്യുവാണ്. നെഗറ്റീവ് എഫിഷ്യൻസി ഒന്നും വരത്തില്ല. അപ്പൊ 3 + 1 4 ആണ്. ഓക്കെ, ദെൻ ഇവിടെ അഗെയിൻ നോക്ക്, ടൈം ടേക്കൺ ഉണ്ട്, എഫിഷ്യൻസി ഉണ്ട്. അപ്പൊ ടോട്ടൽ കപ്പാസിറ്റി കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? LCM എടുക്കേണ്ട കാര്യം ഉണ്ടോ? ഇല്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? 36 × 4 36 × 4 ചെയ്താൽ മതി. അപ്പൊ ടോട്ടൽ എന്തായി? കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. Then we have to find out the time taken by the slower pipe alone will able to fill the tank. Slower pipeനെ എത്ര സമയം കൊണ്ടാണ് ടാങ്കിനെ ഫിൽ ചെയ്യാൻ പറ്റുന്നത്? P1 ആണോ P2 ആണോ സ്ലോവർ പൈപ്പ്? ഓക്കെ, P1 ആണോ P2 ആണോ? P2 ആണ്. കാര്യം എന്താണ്? P2 ആണ് എഫിഷ്യൻസി കുറവ്. എഫിഷ്യൻസി കുറവുള്ളതാണ് സ്ലോവർ പൈപ്പ്. അപ്പോൾ ഇവൻ എത്ര സമയം വേണം? അപ്പോൾ ടൈം ഈസ് ഈക്വൽ ടു കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് ബൈ എഫിഷ്യൻസി, അതായത് 36 × 4/1 വിച്ച് ഈസ് ഈക്വൽ ടു 36 × 4. 6 × 4 24, 4 2 carry, 3 × 4 12 plus 2 144 minutes required by the slower pipe to fill the tank alone. Okay, then എന്താ നമുക്ക് ആൻസർ വരുന്നത്? 144 minutes ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇതേ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ എവിടെ ചെയ്തിട്ടുണ്ട്? ടൈം ആ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ടല്ലേ ഫീൽ ചെയ്യുന്നത്? അവിടെ പഠിച്ച അതേ കൺസെപ്റ്റ്, അതേ ക്വസ്റ്റ്യൻസ്, അതേ മോഡൽ, നമ്മളൊന്നും ചെയ്യാനായിട്ടില്ല. ജസ്റ്റ് അവിടെ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഒന്നും മാറ്റാനും പറഞ്ഞിട്ടില്ല അല്ലേ? ഭയങ്കര ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് പൈപ്പ് ആൻഡ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ,
Pipe A and B can fill a tank in 5 and 6 hours respectively. Pipe C can empty it in 12 hours. If all the three pipes are open together, then the tank will be filled in. Okay, then അപ്പം എയും ബിയും എന്ത് ചെയ്യുന്നു, ഫില്ല് ചെയ്യുന്ന പൈപ്പുകളാണ് അല്ലേ. അപ്പം അതെന്തുകൊണ്ടാണ് എടുത്ത് പറയുന്നത്, ഒരാളുകൂടി വന്നിരിക്കുന്നത് അല്ലേ ഇവിടെ. സി എന്ത് ചെയ്യുന്ന പൈപ്പാണ്, എം ചെയ്യുന്ന പൈപ്പാണ്. എയും ബിയും 5-6 മണിക്കൂർ കൊണ്ട് ഫില്ലാക്കുന്നു എങ്കിൽ സി എന്ത് ചെയ്യുന്നു, 12 മണിക്കൂർ കൊണ്ട് എം ടി ചെയ്യുന്നു. ഇഫ് ഓൾ ദ ത്രീ പൈപ്സ് ആർ ഓപ്പൺ ടുഗദർ, 3 പേരെയും ഒരുമിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് ടാങ്ക് ഫില്ലാവും. ഓക്കെ, ഇതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം ഗിവൺ പേഴ്സൺസിന്റെ പേര് എഴുതുന്നു, പൈപ്പിന്റെ പേര് എഴുതുന്നു. ഓക്കെ, ദെൻ എയുടെ ടൈം 5 hours, ബിയുടേത് 6, സിയുടേത് 12 hours. ഓക്കെ, അപ്പൊ സി എന്താണ്, ഔട്ട്ലെറ്റ് ആണ് എന്നുള്ളൊരു ഓർമ്മ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ. ദെൻ ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് എന്ന് പറയുന്നത് LCM ഓഫ് ദ ഗിവൺ നമ്പർ 6, 5, 12. അപ്പൊ ഏറ്റവും വലിയ നമ്പർ 12. 12ന്റെ അടുത്ത മൾട്ടിപ്പിൾ 24. 24ൽ 5 പോകുന്നില്ല. അടുത്ത മൾട്ടിപ്പിൾ 36, 5 പോകുന്നില്ല. അടുത്തത് ഏതാ വരുന്നത്, 48, 5 പോകുന്നില്ല. അപ്പൊ അടുത്തത് ഏതാ വരുന്നത്, 60. 60ൽ 5 പോകുന്നുണ്ട്, 6 പോകുന്നുണ്ട്. കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക്. ഓക്കെ, then 60 divided by 5, 12 ആണ് എയുടെ കപ്പാസിറ്റി. 12 × 5 60. 60 divided by 6, 10 ആണ് ബിയുടെ കപ്പാസിറ്റി. 60 divided by 12, 5 ആണ്. -5 ആണ് ആരുടെ കപ്പാസിറ്റി, സി എന്ന് പറയുന്ന പൈപ്പിന്റെ കപ്പാസിറ്റി. ദെൻ എ പ്ലസ് ബി പ്ലസ് സിയുടെ കമ്പൈൻഡ് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്, 12 + 10, 22 - 5. 22 - 5 which is equal to 17. 17 എഫിഷ്യൻസിയാണ് 3 പേർക്കും കൂടി കമ്പൈൻഡ് ആയിട്ട് വരുന്നത്. Then we have to find out the time taken by all three together to fill the tank ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് 60 divided by 70. ദെൻ 70യുടെ ടേബിൾ ഒന്ന് പറഞ്ഞു നോക്കാം നമുക്ക്. ഇപ്പം മിക്സഡ് ഫ്രാക്ഷനിലൊക്കെയാണ് കിടക്കുന്നത്. ഇപ്പം 60/70 എന്നൊരു ആൻസർ ഇല്ല അല്ലേ. അപ്പം നമുക്ക് അതിൻ്റെ ആൻസർ ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. 70ന്റെ ടേബിൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ 1 17s are 17, 2 17s are 34, 3 17s are 51. ഓക്കെ, അപ്പം 3 17s 51 പോയിട്ട് 60ൽ 51 പോയിട്ട് ബാക്കി എത്രയാണ് ഉള്ളത്, 9. അത് ന്യൂമറേറ്ററിൽ കൊടുക്കുന്നു. നമ്മൾ എന്ത് നമ്പറാണോ ഡിനോമിനേറ്റർ കിടക്കുന്നത് അത് തന്നെ അവിടെ കീപ്പ് ചെയ്യുന്നു. 3 9/17 hours. ഓക്കെ, അപ്പൊ 3 9/17 hours required by A, B and C together to fill the tank. ഓക്കെ, ഇപ്പൊ then നമ്മുടെ ആ ഒരു ആൻസർ വന്ന കണ്ടോ. ഇപ്പോൾ ഒരു empty ടാങ്ക് ഒക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ എന്ത് ചെയ്യണം, നെഗറ്റീവ് എഫിഷ്യൻസി കൊടുക്കണം, അത് മറന്നു പോകരുത്. ഓക്കെ, then നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങളൊന്ന് ചെയ്തത് നോക്കി, 60/17. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ പോയേനെ. ഓക്കെ, ദെൻ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എങ്കിൽ നിങ്ങൾ മിക്സഡ് ഫ്രാക്ഷൻ എഴുതേണ്ടി വരും. കാര്യം അവിടെ മിക്സഡ് ഫ്രാക്ഷനിലാണ് എല്ലാ വാല്യൂസും വന്നിരിക്കുന്നത്. ദെൻ മിക്സഡ് ഫ്രാക്ഷൻ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ അതുപോലെയൊക്കെ നമുക്ക് കിട്ടുന്ന ആൻസറിനെ ക്വസ്റ്റ്യന്റെ ഓപ്ഷനിൽ എന്താണോ ആ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കുക. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, 3 pipes A, B and C are connected to a tank. Out of the 3, A is inlet and B and C are outlet pipes. If opened separately, A fills tank in 10 hours. ഓക്കെ, അപ്പോൾ A 10 hours കൊണ്ടാണ് അതിനെ ഫിൽ ചെയ്യുന്നത്. B empties the tank in 12 hours. B എന്ത് ചെയ്യുന്നു, 12 അവർ കൊണ്ട് empty ചെയ്യുന്നു. And C empties the tank in 30 hours. Okay, if all the 3 pipes are opened simultaneously, how much time does it take to fill or empty the tank? Okay, then നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് എക്കും ബിക്കും, അതായത് ഇൻഡിവിജ്വലി നമ്മൾ അവരെ നിർത്തുവാണെങ്കിൽ എക്ക് 10 മണിക്കൂർ കൊണ്ട് ടാങ്കിനെ ഫിൽ ചെയ്യാൻ പറ്റും. ബിയും സിയും എംറ്റി ചെയ്യുന്ന പൈപ്പാണ്, അവർക്ക് 12 and 18 hours റെസ്പെക്റ്റീവ്ലി ടു എംറ്റി ദ ടാങ്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസി കണ്ടുപിടിക്കുമ്പോൾ ഈ രണ്ടാൾക്കാരെ നെഗറ്റീവ് ഇടുക, അതാണ് നമ്മുടെ കോൺസെൻട്രേഷൻ, അതാണ് നമ്മുടെ ശ്രദ്ധ പോവേണ്ട ഏരിയ. ഓക്കെ, then ഞാൻ ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് കണ്ടുപിടിക്കുവാണ്. ഗിവൺ നമ്പേഴ്സിന്റെ LCM നമുക്ക് എത്ര വരുന്നത്, 60. 60 60/10 എയുടെ എഫിഷ്യൻസി 6 ആണ്. ഓക്കെ, ദെൻ അടുത്തത് 60/12 ബിയുടെ എഫിഷ്യൻസി നമുക്ക് എത്ര വരുന്നത്, -5 ആണ്. ദെൻ 60/30 -2 ആണ് ആരുടെ എഫിഷ്യൻസി വരുന്നത്, സിയുടെ എഫിഷ്യൻസി വരുന്നത്. ഓക്കെ, അപ്പം ബിയുടെ എഫിഷ്യൻസി നോക്കുവാണെങ്കിലും സിയുടെ എഫിഷ്യൻസി നോക്കുവാണെങ്കിലും അത് മറന്നു പോവുകയും ചെയ്യരുത്. എന്ത് ചെയ്യുക, നെഗറ്റീവ് എഫിഷ്യൻസി കീപ്പ് ചെയ്യുക. ഓക്കെ, ദെൻ നമുക്ക് ടോട്ടൽ എഫിഷ്യൻസി ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ വരുന്നത്, 6
-7 which is equal to -1. അതായത് 3 പേരും കൂടി ഒരുമിച്ച് അറ്റ് എ ടൈം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കത്തില്ല? ടാങ്ക് ഫില്ലാകണം എന്നൊരു പ്രോസസ്സ് നടക്കത്തേയില്ല. കാര്യം എന്താ? നെഗറ്റീവ് എഫിഷ്യൻസി, പുറത്തേക്ക് എടുക്കുന്ന ആളുടെ എഫിഷ്യൻസിയാണ് കൂടുതൽ. അതുകൊണ്ട് ടാങ്ക് എം ടി ആവത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ടാങ്ക് എം ടി ആവുന്നത് -1 എഫിഷ്യൻസിയിലാണ് എം ടി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 60 കപ്പാസിറ്റി അല്ലെങ്കിൽ 60 യൂണിറ്റ് ഉള്ള ടാങ്കിനെ -1 എഫിഷ്യൻസിയിലാണ് എം ടി ചെയ്യിക്കാൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ഡിവൈഡ് ബൈ 1 നമുക്ക് എന്താ വരുന്നത്? 60 അവേഴ്സ് ആണ് ആ ഒരു ടാങ്കിനെ എം ടി ചെയ്യിക്കാനായിട്ട് 3 പേർക്കും കൂടി ആവശ്യമായിട്ട് വരുന്ന ടൈം. ഓക്കെ, അപ്പോൾ ഇവിടെ ടാങ്കിനെ എന്താ ചെയ്യുന്നത്? എം ടി ആണ് ചെയ്യുന്നത്. എം ടി ചെയ്യാൻ എടുക്കുന്ന ടൈം എത്രയാണ്? 60 അവേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഇൻലെറ്റും ഔട്ട്ലെറ്റും ഉണ്ട്. പക്ഷെ ഔട്ട്ലെറ്റിന്റെ എഫിഷ്യൻസിയാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്ക് അതിനെ ഫില്ല് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എം ടി ചെയ്യിക്കാനാണ് പറ്റുന്നത്. ആ എം ടി ചെയ്യിക്കാൻ എടുക്കുന്ന ടൈം എത്രയാണ്? 60 ഡിവൈഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി ഓഫ് A plus B plus C, 60 divided by 1 which is equal to 60 hours. Okay, then അപ്പോൾ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ മാർക്ക് കാണും. ഔട്ട്ലെറ്റിന് എഫിഷ്യൻസി കൂടിക്കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിക്കാണും അല്ലേ. അപ്പം അവർക്ക് ഔട്ട്ലെറ്റിനാണ് എഫിഷ്യൻസി കൂടുതലെങ്കിൽ എം ടി പ്രോസസ്സ് മാത്രമേ നടക്കുള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, എ ടാങ്ക് ഈസ് ഫിൽഡ് ഇൻ 5 hours by 3 pipes A, B and C. The C is twice as fast as B and B is twice as fast as A. How much time will pipe A alone to fill the tank? Okay, then നമുക്ക് ഇവിടെ എഫിഷ്യൻസി കമ്പാരിസൺ നമുക്ക് റേഷ്യോ വെച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പം ഞാൻ A, B, C ഇവരുടെ എഫിഷ്യൻസി എഴുതുവാണ്. ഇനി ടാങ്ക് എ ടാങ്ക് ഈസ് ഫിൽഡ് ഇൻ 5 hours by 3 pipes A and B and C. ഓക്കെ, ദെൻ 3 പേരും കൂടെ ചേർന്ന് 5 മണിക്കൂർ കൊണ്ട് ഫില്ല് ചെയ്യുന്നു വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഇവരുടെ ഇൻഡിവിജ്വൽ എഫിഷ്യൻസി ഉണ്ടെങ്കിൽ 5 ഇൻറ്റു ആ ഇൻഡിവിജ്വൽ എഫിഷ്യൻസിയുടെ സം എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് ആയി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ എലോൺ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെ ഫില്ല് ചെയ്യാൻ എത്ര സമയം വേണം എന്നാ. അപ്പോൾ ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ ടാങ്കും എയുടെ എഫിഷ്യൻസിയാണ് വേണ്ടത്. എയുടെ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എഫിഷ്യൻസി കമ്പാരിസന്റെ സ്റ്റേറ്റ്മെന്റ് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അത് വെച്ച് ആ ഒരു എഫിഷ്യൻസി കമ്പാരിസൺ എടുക്കുകയാണ് കേട്ടോ. സി ഈസ് ടോയ്സ് ആസ് ഫാസ്റ്റ് ആസ് ബി എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ സിയും ബിയും തമ്മിൽ ഒരു ടോയ്സ് ആസ് ഫാസ്റ്റ് ആസ് സി ഈസ് ടോയ്സ് ആസ് ഫാസ്റ്റ് ആസ് ബി എന്നുണ്ട്. ഓക്കെ, അതുപോലെ ബി ഈസ് ടോയ്സ് ആസ് ഫാസ്റ്റ് ആസ് എ എന്നുണ്ട്. ഓക്കെ, അതായത് എയുടെ എഫിഷ്യൻസി എത്രയാണോ അതിനേക്കാളും ഇരട്ടി എഫിഷ്യൻസി ഉള്ള ആളാണ് ബി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, വൺസ് അഗൈൻ റിപ്പീറ്റ് ചെയ്യുന്നു. ബി ഈസ്, ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ നിന്നാണ് എടുക്കുന്നത്. നോക്കൂ, ബി ഈസ് ടോയ്സ് ആസ് ഫാസ്റ്റ് ആസ് എ. ബി എന്ന് പറയുന്ന ആള് എയുടെ ടോയ്സ് ആസ് ഫാസ്റ്റ് ആസ് എ എന്നാ പറഞ്ഞത്. എക്ക് എത്രയുണ്ടോ അതിന്റെ ഇരട്ടിയുണ്ട് ബിക്ക്. ഓക്കെ, ദെൻ അടുത്തത് സി ഈസ് ടോയ്സ് ആസ് ഫാസ്റ്റ് ആസ് ബി. സി എന്ന് പറയുന്ന ആള് ബിക്ക് എത്ര എഫിഷ്യൻസി ഉണ്ടോ അതിന്റെ ഇരട്ടി എഫിഷ്യൻസി ഉണ്ട്. ഓക്കെ, അപ്പൊ സി എന്ന് പറയുന്ന ആള് ബിക്ക് എത്രയുണ്ടോ അതിന്റെ ഇരട്ടി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂ എത്ര ആണെന്ന് എടുക്കാം? 4 ആണെന്ന് എടുത്തുകൂടെയോ? ഓക്കെ, അത് തന്നെയാണ് വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ആ ഒരു എഫിഷ്യൻസി കമ്പാരിസൺ വന്ന കണ്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ബി ഈസ് ടോയ്സ് ആസ് ഫാസ്റ്റ് ആസ് എക്ക് 1 ആണെങ്കിൽ ബിക്ക് 2. ദെൻ സി ഈസ് ടോയ്സ് ആസ് ഫാസ്റ്റ് ആസ് ബി. ബിക്ക് 2 ആണെങ്കിൽ സിക്ക് എത്രയാണ്? 4. ഓക്കെ, ദെൻ ടോട്ടൽ എഫിഷ്യൻസി ഓഫ് എ പ്ലസ് ബി പ്ലസ് സി എങ്ങനെ വരുന്നത്? എല്ലാം കൂടി സം ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. 4 + 2 6 + 1 7. ഓക്കെ, അപ്പൊ ടോട്ടൽ വർക്ക് ഞാൻ നോക്കാം. ടോട്ടൽ വർക്ക് അല്ല കേട്ടോ, ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക്. ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫിഷ്യൻസി ഇൻറ്റു ടൈം ടേക്കൺ. എഫിഷ്യൻസി 7, ടൈം ടേക്കൺ എന്ന് പറയുന്നത് 5. ദെൻ 35 യൂണിറ്റ് ആണ് ആരുടെ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്? ആ ഒരു ടാങ്കിന്റെ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. എയുടെ എഫിഷ്യൻസി 1 ആണ്. എക്ക് എത്ര സമയം വേണം എന്നല്ലേ ചോദിച്ചത്. അപ്പൊ ടൈം റിക്വയർഡ് ബൈ എ ഈസ് ഈക്വൽ ടു ടൈം റിക്വയർഡ് ബൈ എ ഈസ് ഈക്വൽ ടു കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് ഡിവൈഡ് ബൈ വർക്ക് ബൈ എഫിഷ്യൻസി എന്ന് വരുള്ളൂ കേട്ടോ. എപ്പോഴും നമ്മൾ വർക്ക് ബൈ എഫിഷ്യൻസി അങ്ങനെ വന്നാലൊന്നും ഒരു കുഴപ്പമില്ല. ജസ്റ്റ് പിന്നെ പഠിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു കപ്പാസിറ്റി തന്നെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക്
divide by efficiency of A. Okay, then capacity of the tank 35 divide by efficiency of A എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് 1 യൂണിറ്റ് ആണ്. then 35 hours ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആർക്ക് ആവശ്യമായിട്ടുള്ളത്? A തനിച്ച് നിൽക്കുവാണെങ്കിൽ 35 മണിക്കൂറാണ് ആ ഒരു ടാങ്കിനെ ഫില്ല് ചെയ്യാനായിട്ട് Aക്ക് ആവശ്യമായിട്ട് വരുന്ന ടൈം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ടൈം ഓഫ് വർക്കിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ വർക്ക് ഒന്ന് എടുക്കുന്നു, ഇതുപോലെ എഫിഷ്യൻസിയുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കമ്പൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും പാടായിട്ടൊന്നും തോന്നത്തില്ല എന്ന് എനിക്കറിയാം. ഭയങ്കര ഈസി ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ നമുക്ക് ടൈം ഓഫ് വർക്കിൽ പറയുന്ന അതേ ആപ്ലിക്കേഷനിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് പൈപ്പ് ആൻഡ് സിസ്റ്റേൺസിലും എന്നും നിങ്ങൾ അറിയേണ്ടിയോ. അപ്പോൾ അത് എങ്ങനെയാണ് പൈപ്പ് ആൻഡ് സിസ്റ്റേൺസിൽ ചെയ്യുന്നത്, എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ല എന്ന് നിങ്ങൾ അറിയേണ്ടിയോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതേ ക്വസ്റ്റ്യൻ തന്നെയാണല്ലേ ഇവിടെ വരുന്നത്. ഒരു പാടും ഇല്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A water tank is 2/5 full. Okay, pipe A can fill a tank in 10 minutes. Pipe B can empty it in 6 minutes. If both pipes are open, how long will it take to empty or fill the tank completely? Okay, അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ടാങ്ക് എംറ്റി ആയ ടാങ്ക് അല്ല, 2/5 പാർട്ട് ഓഫ് ദ ടാങ്ക് ഈസ് ഫുൾ. അതായത് മുഴുവൻ നിറഞ്ഞിരിക്കുമല്ല, ആ ടാങ്കിൻ്റെ 2/5 പാർട്ട് ഫില്ലായിട്ട് ഇരിക്കുവാണ്. ഓക്കെ, ഈ പൈപ്പ് എക്ക് തനിയെ നിൽക്കുവാണെങ്കിൽ എത്ര സമയം കൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റും? പൈപ്പ് എക്ക് അതിനെ ഫില്ലാക്കാനായിട്ട് 10 മിനിറ്റ് മതി. ബീനാണെങ്കിലോ, ബീൻ അതിനെ എംറ്റി ചെയ്യിക്കാനായിട്ട് 6 മിനിറ്റ് മതി. ഓക്കെ, ദെൻ if both pipes are open, രണ്ടുപേരും ഓപ്പൺ ആണ് എങ്കിൽ how long will it take to empty or fill the tank completely? എത്ര സമയം കൊണ്ടാണ് ഈ ഇപ്പം നിറഞ്ഞിരിക്കുകയല്ല, ഒരു 2/5 നിറഞ്ഞ് ഉള്ള ഒരു ടാങ്കിനെ ഒന്നെങ്കിൽ അതിനെ എംറ്റി ചെയ്യിക്കണം, അല്ലെങ്കിൽ അതിനെ ഫില്ലാക്കാൻ എടുക്കുന്ന സമയം എത്ര? ഓക്കെ, ആദ്യം ഇവിടുത്തെ എഫിഷ്യൻസി ആർക്കാണ് കൂടുതലെന്ന് കണ്ടുപിടിച്ചാലേ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം ഞാൻ നോക്കുന്നു, ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് ഞാൻ എടുക്കുന്നു 10ഉം 6ഉം. നമുക്ക് LCM എന്താ വരുന്നത്? 30 ആണ് വരുന്നത്. ഓക്കെ, ദെൻ 30 ഡിവൈഡ് ബൈ 6 ഞാൻ എടുക്കുന്നു 3. അതുപോലെ 30 ഡിവൈഡ് ബൈ 10 3 എടുക്കുന്നു. 30 ഡിവൈഡ് ബൈ 6 -5. ഓക്കെ, അപ്പം തന്നെ നമുക്ക് കാര്യം മനസ്സിലായി. എയും ബിയും കൂടി ഒരുമിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് എഫിഷ്യൻസിയാണ് വരുന്നത്? -2 എഫിഷ്യൻസിയാണ് വരുന്നത്. ഓക്കെ, അപ്പം -2 എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് പ്രോസസ്സേ നടക്കുള്ളൂ? എംറ്റിങ് പ്രോസസ്സേ നടക്കുള്ളൂ. ഓക്കെ, അപ്പം 2/5 ഓഫ് ദ ടാങ്ക് ഈസ് ഫുൾ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ടാങ്കിലെ എത്ര യൂണിറ്റ് ആണ് കപ്പാസിറ്റി ഉള്ളത്? 30 യൂണിറ്റിന്റെ കപ്പാസിറ്റിയാണ് ഉള്ളത്. അപ്പം 30 യൂണിറ്റിന്റെ 2/5 ഫില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ലിറ്റർ ആണ് അവിടെ ഫില്ലായിട്ടിരിക്കുന്നത്? 12 യൂണിറ്റ് ആണ് അവിടെ ഫില്ലായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 12 യൂണിറ്റ് അല്ലേ ടാങ്ക് നിറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ടാങ്കിന്റെ കപ്പാസിറ്റി 30 യൂണിറ്റേ ഉള്ളൂ. അതിന്റെ 2/5 പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര യൂണിറ്റ് ആണ് ആ ഒരു ടാങ്ക് നിറഞ്ഞിരിക്കുന്നത്? ഇപ്പം 12 യൂണിറ്റ് ആണ് നിറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എനെയും ബീനെയും കൂടി ഒരുമിച്ച് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ എനെയും ബീനെയും കൂടി ഇനി ആ 12 യൂണിറ്റ് നിറഞ്ഞിരിക്കുന്ന ടാങ്കിലേക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പ്രോസസ് എവിടെ നടക്കുള്ളൂ? 2 യൂണിറ്റ് വെള്ളം വെച്ച് എന്ത് ചെയ്യും? പുറത്തേക്ക് പോകത്തേ ഉള്ളൂ. ഓക്കെ, ദെൻ ആ ഒരു 12 യൂണിറ്റിന്റെ ടാങ്കിനെ 2 യൂണിറ്റ് വെച്ച് പുറത്തേക്ക് കളയുവാണെങ്കിൽ എത്ര ടൈം കൊണ്ട് എംറ്റി ആവും? ടൈം റിക്വയർഡ് ടു എംറ്റി ദ ടാങ്ക് ഈക്വൽ ടു കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക്. അതായത് ടാങ്കിൽ 12 യൂണിറ്റേ ഉള്ളൂ, ഡിവൈഡ് ബൈ എഫിഷ്യൻസി ഓഫ് ദ നെറ്റ് എഫിഷ്യൻസി കേട്ടോ. എഫിഷ്യൻസി ഓഫ് ദ ടാങ്ക് നെറ്റ് എഫിഷ്യൻസി എത്രയാണ് നമുക്ക് വന്നിരിക്കുന്നത്? 2. ദെൻ എത്ര വരുന്നത്? നമുക്ക് 6 മിനിറ്റ് കൊണ്ട് ടാങ്ക് എന്താവും? 6 മിനിറ്റ് കൊണ്ട് ടാങ്ക് എംറ്റി ആവും. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യനിൽ നിന്നും നന്നായിട്ടൊന്ന് മാറി നിൽക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അതായത് ആ ഒരു ആദ്യമേ തന്നെ ആ ഒരു ടാങ്കിൻ്റെ ഒരു ചെറിയ പാർട്ട് ഫില്ലായിട്ട് ഉണ്ടായിരുന്നു അല്ലേ. ആ ഫില്ലായ പാർട്ട് എത്രയാണ്? 12 യൂണിറ്റ് ആണ്. അങ്ങനെ ഇരിക്കുന്ന ടാങ്കിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 3 എഫിഷ്യൻസി ഉള്ള എ എന്ന് പറയുന്ന പൈപ്പിനെയും 5 എഫിഷ്യൻസി നെഗറ്റീവ് എഫിഷ്യൻസി ഉള്ള ബി എന്ന് പറയുന്ന പൈപ്പിനെയും ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് വർക്കും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നെറ്റ് എഫക്റ്റ് എവിടെ എന്ത് വരുള്ളൂ? നെഗറ്റീവ് എഫക്റ്റ്. അതായത് എംറ്റി ആക്കുന്ന പ്രോസസ്സേ അവിടെ നടക്കുള്ളൂ. അപ്പം 12 ലിറ്ററിനെ എംറ്റി ആക്കാനായിട്ട് 12 ഡിവൈഡ് ബൈ 2 നമുക്ക് എത്രയാണ് വരുന്നത്? 6 മിനിറ്റ് ആണ് നമുക്ക് ടൈം ആവശ്യമായിട്ട് വരുന്നത്. 6 മിനിറ്റ് കൊണ്ട് ടാങ്കിനെ എംറ്റി ചെയ്യിക്കാനായിട്ട് പറ്റുന്നു. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ ടാപ്പ് ക്യാൻ fill a tank in 16 minutes and can empty it in 8 minutes. If the tank is already half full and both taps are open together, will the tank be emptied or filled? How long will it take before the tank is either filled or emptied completely as the case may be? Okay, then നമുക്ക് ഇപ്പോൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമുക്കൊന്ന് വളരെ നീട്ടി വലിച്ചത് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ, ഒന്നുമില്ല, കാര്യമൊന്നുമില്ല. ഈ ടാപ്പ് ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 16 മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഒരു പൈപ്പ് 16 മിനിറ്റ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ടാങ്കിനെ ഫില്ലാക്കുന്നത്. ഓക്കെ, അടുത്ത ഒരു ഔട്ട്ലെറ്റ് പൈപ്പ് ഉണ്ട് കേട്ടോ. ഇതൊരു ഇൻലെറ്റ്, ഇതൊരു ഔട്ട്ലെറ്റ്. ഔട്ട്ലെറ്റ് പൈപ്പ് എത്ര സമയം കൊണ്ടാണ്? 8 മിനിറ്റ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എഗെയിൻ അതിനെ എന്ത് ചെയ്യുന്നത്, empty ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് LCM എന്ന് എടുക്കുന്നു. കപ്പാസിറ്റി 16 എന്ന് വരുന്നു. ദെൻ ഇവിടെ 2 അവിടെ 1 16/16 1 ഇവിടെ എന്തോ വരുന്നു -2. ഓക്കെ, ദെൻ ഇൻലെറ്റ് പ്ലസ് ഔട്ട്ലെറ്റിന്റെ എഫിഷ്യൻസി രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ -1 എഫിഷ്യൻസി, 1 + -2 -1 എഫിഷ്യൻസിയിലായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ ഇഫ് ദ ടാങ്ക് ഈസ് ഓൾറെഡി ഹാഫ് ഫുൾ. ഓക്കെ, അതായത് ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 16 ആണ്. 16 കപ്പാസിറ്റി ഹാഫ് ഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് പാർട്ട് എന്ന് പറയുമ്പോൾ 16/2 എത്ര, 8 യൂണിറ്റ് ആണ് ഫില്ലായിട്ട് ഇരിക്കുന്നത്. ഓക്കെ, ദെൻ ഹാഫ് ഫുൾ ആൻഡ് ബോത്ത് ടാപ്സ് ആർ ഓപ്പൺ ടുഗദർ, രണ്ടുപേരും ഒരുമിച്ച് ഓപ്പൺ ചെയ്യുന്നു. വിൽ ദ ടാങ്ക് ബി എംപ്റ്റീഡ് ഓർ ഫിൽഡ്? അങ്ങനെയാണെങ്കിൽ രണ്ടുപേരെയും പകുതി നിറഞ്ഞിരിക്കുന്ന ടാങ്കിലേക്ക് രണ്ടുപേരെ ഓപ്പൺ ചെയ്താൽ ഫില്ലാവോ എംപ്റ്റി ആവോ? ഓക്കെ, നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാമല്ലേ അത് എന്തേ ആവുള്ളൂ, എംപ്റ്റി ആവത്തുള്ളൂ. കാരണം ആർക്കാണ് എഫിഷ്യൻസി കൂടുതൽ? ലീക്കേജ് ഔട്ട്ലെറ്റിനാണ് എഫിഷ്യൻസി കൂടുതൽ. ഓക്കെ, ദെൻ എംപ്റ്റി ആവാൻ എടുക്കുന്ന ടൈം, എംപ്റ്റിങ് ടൈം എന്ന് പറയുന്നത് എന്താ വരുന്നത്, 8 ലിറ്റർ ആണ് നിറഞ്ഞിരിക്കുന്നത്, 8 യൂണിറ്റ് ആണ് നിറഞ്ഞിരിക്കുന്നത്. 8 യൂണിറ്റ് ഡിവൈഡ് ബൈ 1, 8 മിനിറ്റ് ആണ് അതിനാവശ്യമായിട്ട് വരുന്നത്. 8 മിനിറ്റ് റിക്വയർഡ് ടു എംപ്റ്റി ദ ടാങ്ക്. 8 മിനിറ്റ് ആണ് നമുക്ക് എംപ്റ്റി ചെയ്യിക്കാൻ ആവശ്യമായിട്ട് വരുന്നത്. ക്ലിയർ ആണോ? കണ്ടോ, 8 മിനിറ്റ് എംപ്റ്റി ഉണ്ട്, 8 മിനിറ്റ് ഫില്ലും ഉണ്ട്. അപ്പം നമുക്ക് അങ്ങനെ കൺഫ്യൂഷൻ ഒന്നും വരാൻ പാടില്ല കേട്ടോ. നമുക്ക് എന്ത് മനസ്സിലായിക്കൊള്ളണം, ആ ഒരു ടാങ്കിൽ നെഗറ്റീവ് എഫിഷ്യൻസിയാണ് വന്നിരിക്കുന്നതെങ്കിൽ അവിടെ എന്ത് മാത്രമേ നടക്കുള്ളൂ, എംപ്റ്റിങ് പ്രോസസ് മാത്രമേ നടക്കുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറഞ്ഞിട്ട്, ഹൗ ലോങ് വിൽ ഇറ്റ് take before the tank is either filled or emptied completely as the case may be? ഇത് empty ആവുകയാണെങ്കിൽ empty ആവാനുള്ള സമയം, fill ആവുകയാണെങ്കിൽ fill ആവാനുള്ള സമയം എത്ര വന്നാൽ അതിനൊരു സ്റ്റേറ്റ്മെന്റ് അധികം പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി അധികം തന്നിരിക്കുന്നതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. പക്ഷെ ആ ഒരു കോൺസെൻട്രേഷൻ, എത്ര ടാങ്ക് എത്രയാണെന്ന് അറിഞ്ഞിരിക്കുന്നത്, ആ നിറഞ്ഞ പാർട്ടിനെ എംപ്റ്റി ചെയ്യിക്കാനുള്ള സമയമാണ് ചോദിച്ചിരിക്കുന്നത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. അല്ലാണ്ട് 60/1 ഒന്നും എഴുതി വെക്കരുത്. 60/1 എന്ന് വെച്ചാൽ ആ ടാങ്ക് ഫുള്ളായിട്ട് എംപ്റ്റി ചെയ്യാനുള്ള ടൈമാണ്. നമുക്ക് ടാങ്ക് എത്രേ ഫില്ലായിട്ടുള്ളൂ, ഹാഫേ ഫില്ലായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഹാഫ് പാർട്ട് എംപ്റ്റി ചെയ്യിക്കാനുള്ള ടൈമാണ് നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ ടൈം വർക്കിൻ്റെ അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് എവിടെയും വരുന്നത്, പൈപ്പ് ആൻഡ് സിസ്റ്റംസിന് വരുന്നത്. അതിലിപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ വന്നൊരു വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു. പക്ഷെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A pipe can fill a tank with water in 2 hours. Because of the leak, it took 6 hours to fill the tank. The leak can drain all the water to the tank in how many hours? Okay, then നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് നോക്കാം. ഒരു ടാങ്കിൽ ഒരു പൈപ്പ് ഉണ്ട്, ആ പൈപ്പിന് എത്ര സമയം കൊണ്ട് വാട്ടറിനെ ഫില്ല് ചെയ്യിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പൈപ്പിന് 2 hours കൊണ്ട് ടാങ്കിനെ ഫില്ല് ചെയ്യിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞേക്കുന്നത്. ബിക്കോസ് ഓഫ് ദ ലീക്ക്, ഒരു ലീക്ക് ഉള്ളത് കാരണം ഇറ്റ് ടുക്ക് 6 hours ടു ഫിൽ ദ ടാങ്ക്. ഓക്കെ, അപ്പോൾ ഒരു ലീക്ക് ഉള്ളത് കാരണം ടാങ്കിനെ ഫില്ല് ചെയ്യാൻ, എഗെയിൻ ഈ വേർഡ് ശ്രദ്ധിച്ചേക്കണം, ടാങ്കിനെ ഫില്ല് ചെയ്യാനായിട്ട് 6 hours എടുക്കുന്നു. അപ്പോൾ ഓൾറെഡി നമ്മുടെ പൈപ്പ് അവിടെ ഉണ്ട് കേട്ടോ. അതിനുശേഷം ഒരു ലീക്ക് ഉള്ളത് കാരണം, ഇപ്പോൾ നമ്മുടെ സാധാരണയായിട്ട് നമ്മുടെ പുതിയ ടാങ്കൊക്കെ എടുക്കുകയാണെങ്കിൽ പുതിയ ടാങ്കിൽ ഒരു 5-6 വർഷത്തേക്കൊക്കെ ഒരു നിശ്ചിത സമയം കൊണ്ട് നമ്മുടെ വെള്ളം നിറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ സമയം കൂടിക്കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? ടാങ്കിന് എന്തെങ്കിലും ചോർച്ചയുണ്ടെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ആ വെള്ളം പുറത്തേക്ക് പോകുന്നു എന്ന് മനസ്സിലാവും. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ. ഒരു പൈപ്പിന് തനിയെ 2 hours കൊണ്ട് ടാങ്കിനെ എന്താക്കാൻ പറ്റും? ഫിൽ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഒരു ലീക്ക് ഉണ്ടെങ്കിൽ, ലീക്ക് കൂടി വന്നു കഴിഞ്ഞാൽ എത്ര സമയം എടുക്കുന്നു എന്നാ പറഞ്ഞേക്കുന്നത്? 6 hours എടുക്കുന്നു എന്നാ പറഞ്ഞേക്കുന്നത്. Then the leak can drain all the water of the tank in. അങ്ങനാണെങ്കിൽ ലീക്കിന് തനിയെ എത്ര സമയം കൊണ്ടാണ് ആ ഒരു ടാങ്കിലെ വെള്ളം മുഴുവൻ ഡ്രെയിൻ ഔട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ആൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ഐഡിയ കിട്ടിയാലേ നമുക്ക് അങ്ങനെ ചിന്തിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഞാൻ ഒന്നുകൂടി ഒന്ന് പറയുന്നു. പൈപ്പിന് തനിയെ 2 hours ഡ്യൂ ടു ദ ലീക്കേജ് ഉള്ളത് കാരണം ആ പൈപ്പിന് 6 മണിക്കൂർ എടുക്കുന്നു എന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഒരാളൊരു പണി ചെയ്തുകൊണ്ട് നിൽക്കുവാണ്, സൈഡിൽ നിന്ന് ഒരാൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ നോർമലി തനിയെ നിന്ന് പണി ചെയ്ത് തീർക്കുന്ന അത്രയും സമയത്ത് ആ ആൾ പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരാൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, നമുക്ക് കുറച്ചുകൂടി ടൈം എടുക്കും. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പൈപ്പിന് 2 hours, ലീക്ക് കൂടി ഉള്ളതുകൊണ്ട് 6 hours. ഓക്കെ, ദെൻ ഞാനിവിടെ ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് എടുക്കുവാണ്. ഓക്കെ, 2ന്റെയും 6ന്റെയും LCM എന്താ വരുന്നത്? 6 യൂണിറ്റ് ആണ് ആ ഒരു ടാങ്കിന്റെ കപ്പാസിറ്റി. ഓക്കെ, ദെൻ പൈപ്പിന്റെ എഫിഷ്യൻസി, നമ്മുടെ P എന്ന് പറയുന്ന പൈപ്പിന്റെ എഫിഷ്യൻസി 6/2 3 എന്ന് വരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത നമ്മുടെ എഫിഷ്യൻസി ഞാൻ നോക്കുവാണ്. പൈപ്പും ലീക്കും കൂടി ചേർന്നാലുള്ള എഫിഷ്യൻസി 6/6 1 എന്ന് വരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു ലീക്ക് കിടക്കുന്നു, എന്തുകൊണ്ടാണ് ഞാൻ മൈനസ് ഇടാത്തതെന്നൊക്കെ ഡൗട്ട് തോന്നും കേട്ടോ. അപ്പൊ ഇവിടെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ ആ ഒരു ഡൗട്ടിനൊക്കെ ഉള്ള ആൻസർ ആണ് ഞാൻ ഈ പറയുന്നത്. ബിക്കോസ് ഓഫ് ദ ലീക്ക് ഉള്ളത് കാരണം ഇറ്റ് ടുക്ക് 6 hours ടു ഫിൽ ദ ടാങ്ക്. എന്താ സ്റ്റേറ്റ്മെന്റ് കിടക്കുന്നത്? ടാങ്കിനെ ഫില്ല് ചെയ്യുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ എന്ത് എഫിഷ്യൻസി നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ? പോസിറ്റീവ് എഫിഷ്യൻസി കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഫില്ല് ചെയ്യുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഫില്ല് എന്നുള്ള വേർഡ് മാറി MT എന്ന് വന്നിരുന്നെങ്കിൽ ഞാനിവിടെ നെഗറ്റീവ് കൊടുത്തനെ. ഫില്ല് കിടക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ 1 എന്ന് കൊടുത്തേക്കുന്നത്. ഇനി ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ. ഈ പൈപ്പ് ഇപ്പം നമ്മൾ ഏതൊരു മനുഷ്യനാണെങ്കിലും ഒരാൾക്ക് ഒരു നിശ്ചിത എഫിഷ്യൻസി ഉണ്ടെങ്കിൽ എവിടെ കൊണ്ടുപോയി ആളിനെ വെച്ച് കഴിഞ്ഞാലും ആ എഫിഷ്യൻസിയിൽ അതിന് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് ഈ പൈപ്പിനെ അവിടെ നിർത്തുവാണെങ്കിൽ പൈപ്പിനെ എവിടെ കൊണ്ട് നിർത്തിയാലും ഇവന് 3 യൂണിറ്റ് വെള്ളം നിറയ്ക്കാനായിട്ട് പറ്റും. പക്ഷെ പൈപ്പും ലീക്കും കൂടി ചേർന്നപ്പോൾ അത് 1 യൂണിറ്റ് ആയി അല്ലേ? 3 യൂണിറ്റ് നിറയ്ക്കാൻ പറ്റുമെന്ന് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. പക്ഷെ പൈപ്പും ലീക്കും കൂടി ആയപ്പോൾ അത് 1 യൂണിറ്റ് ആയി എങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? നോക്ക്, ഇവന് 3 യൂണിറ്റ് എന്തായാലും ഇവൻ നിറച്ച് കാണും. അപ്പോൾ 2 യൂണിറ്റ് വെള്ളം ആര് കൊണ്ടുപോയി കാണും? നമ്മുടെ ലീക്ക് കൊണ്ടുപോയി കാണും അല്ലയോ? ലീക്ക് എന്ന് വെച്ചാൽ ചോർന്ന് പോയി കാണും. അതുകൊണ്ടാണ് 3 - 2 ഒരു എഫിഷ്യൻസി അവിടെ വരാനായിട്ടുള്ള ചാൻസ് വന്നത്. അതിൽ നിന്ന് നമുക്ക് പറയാം എന്താണ് ലീക്കിന്റെ എഫിഷ്യൻസി എത്രയാണ്? -2. ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരാം. ഒന്ന് നോക്കി, പൈപ്പ് പ്ലസ് ലീക്കിന്റെ എഫിഷ്യൻസി 1 ആയി. നമുക്ക് ഓൾറെഡി അറിയാം പൈപ്പിന്റെ എഫിഷ്യൻസി 3 ആണ്. 3 പ്ലസ് ലീക്ക് ഈസ് ഈക്വൽ ടു 1. ദെൻ ലീക്കിന്റെ എഫിഷ്യൻസി എങ്ങനെയാ വരുന്നത്? 1. ഈ 3 അങ്ങ് ഈക്വൽ ടു അതർ സൈഡിൽ കൊണ്ടുപോകുമ്പോൾ -3. ദെൻ നമുക്ക് -2 എന്ന് വരുന്നു. ഞാനിത് മനസ്സിലാവാൻ വേണ്ടി മാത്രം സൈഡിൽ എഴുതിയാണ്, അങ്ങനെ എഴുതി ശീലിക്കരുത്. അപ്പോൾ നമുക്ക് പഠിപ്പിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ നോട്ട് ചെയ്തതാണ് ആ ഒരു ഡേറ്റ. ഓക്കെ, ദെൻ നിങ്ങൾ ഇങ്ങനെ തന്നെ എടുക്കുക. പൈപ്പിന്റെ 3 എഫിഷ്യൻസിനെ 1 ആക്കി കുറയ്ക്കണമെങ്കിൽ ലീക്ക് എത്ര യൂണിറ്റ് വെള്ളം കൊണ്ടുപോയിട്ടുണ്ട്? 2 യൂണിറ്റ് വെള്ളം കൊണ്ടുപോയിട്ടുണ്ട്. ദെൻ ലീക്കിന് തനിയെ ആ ഒരു ടാങ്കിനെ എംറ്റി ചെയ്യാൻ വേണ്ട സമയം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? കപ്പാസിറ്റി ബൈ എഫിഷ്യൻസി ഓഫ് ലീക്ക്. കപ്പാസിറ്റി 6 യൂണിറ്റ്, എഫിഷ്യൻസി നമ്മൾ കണ്ടുപിടിച്ചു 2. ദെൻ 6/2 നമുക്ക് എത്ര വരുന്നത്? 3 hours റിക്വയർഡ് ബൈ ദ ലീക്ക് alone to empty the tank. ഓക്കെ, ദെൻ ഇതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിലെ ഒരു സെക്ഷനാണ്. അതും ഈ ഒരു ഏരിയ ഞാനത് വളരെ സമയം എടുത്ത് പറഞ്ഞതിൻ്റെ കാര്യം ഇത് കൺഫ്യൂഷൻ ആവാൻ നിങ്ങൾക്ക് ചാൻസ് ഉള്ള ഒരു ഏരിയ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്ത് പഠിക്കുക. വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഇതിനെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങ് സെറ്റ് ആയിക്കോളും കേട്ടോ. നമ്മുടെ ആ കൺസെപ്റ്റ് എല്ലാം നമുക്ക് ഓക്കെ ആയിക്കോളും. ഓക്കെ, ദെൻ നമ്മുടെ ആൻസർ വന്നേക്കുന്നത് 3 hours ഓപ്ഷൻ
ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നേക്കുന്നത് 3 hours. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പൈപ്പ് ആൻഡ് സിസ്റ്റേൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വന്നേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആ ഒരു ടൈം ഓഫ് വർക്കിൽ നമ്മൾ കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിച്ചല്ലോ. അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ പൈപ്പ് ആൻഡ് സിസ്റ്റേൺസിൽ വരുമ്പോൾ എങ്ങനെ ചെയ്യുന്നു, എങ്ങനെ നമുക്ക് ചെയ്യാമെന്നായിരിക്കും നോക്കുന്നത് കേട്ടോ. ഓക്കെ, ദെൻ വരുന്ന ക്ലാസ്സിൽ നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടി വർക്കൗട്ട് ചെയ്തിട്ട് വേണം അടുത്ത ഒരു സെക്ഷൻ നിങ്ങൾ കാണാനായിട്ടുള്ളത്. താങ്ക് യു ഓൾ.